നമസ്കാരം. നീലകേശി മഠം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ അധ്യായത്തിൽ ഇടവരാശിക്കാരുടെ മെയ് മാസത്തെ ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇടവരാശിയിൽ കാർത്തിക നക്ഷത്രത്തിന്റെ മുക്കാലും രോഹിണി മകയിരത്തിന്റെ ആദ്യ പകുതിയും ചേരുന്നതാണ് ഇടവക്കൂറുകാർ. ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ ലഗ്നാലുള്ള ഗ്രഹഭാവങ്ങളും അവയുടെ നിൽപ്പും ഗ്രഹങ്ങളുടെ ബലാബലവും അനുസരിച്ച് കുറച്ച് വ്യത്യാസങ്ങൾ അനുഭവത്തിൽ വരുന്നതാണ്. കൃത്യമായി അറിയുവാൻ ഗ്രഹനില പരിശോധിക്കേണ്ടതുണ്ട്. ഇവിടെ പറയുന്നത് പൊതുവായ ഫലങ്ങളാകുന്നു. ആദ്യമായി ഇടവരാശിയിലെ കാർത്തിക നക്ഷത്രത്തിന്റെ മുക്കാൽ വരുന്ന നക്ഷത്രജാതരായ വ്യക്തികൾക്ക് ഏതാനും മാസങ്ങൾ വരെ വ്യാഴം 12-ലും ശനിയുടെ സ്ഥാനത്തിന്റെ ദോഷവും ഇടവരാശിക്കാർക്ക് മൊത്തത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ പൂർണ്ണതയിൽ എത്തിക്കുവാൻ ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്ന സമയവുമാണ്. മറ്റുള്ളവർക്ക് നല്ലത് ചെയ്താലും അവസാനം ദോഷമായിട്ട് വരുന്ന സ്ഥിതിവിശേഷം വരാറുണ്ട്. ആയതിനാൽ കാർത്തിക മുക്കാൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഉദ്യോഗപരമായി മെയ് മാസത്തിലെ ആദ്യത്തെ 2 ആഴ്ച കഴിഞ്ഞു കാര്യങ്ങൾ മെച്ചപ്പെട്ടു വരുന്നതാണ്. ശനിയുടെ രാശിമാറ്റം വന്നതോടെ ദേവാധീനം കുറച്ചു ബലപ്പെട്ടു വരുന്ന സമയമാണ് ഇടവരാശിക്കാർക്ക്. തൊഴിൽ അന്വേഷിക്കുന്നവർക്കും പുതുതായി തൊഴിലിനു വേണ്ടി വിദേശത്ത് പോകുവാൻ ശ്രമിക്കുന്നവർക്കും തൊഴിലവസരങ്ങൾ വരുന്നതാണ്. വിദ്യാപരമായി കാർത്തിക നക്ഷത്രത്തിന്റെ മുക്കാൽ ഭാഗത്തിൽ ജനിച്ചവർക്ക് അനുകൂല സമയവുമാണ്. വിദേശത്ത് പഠനകാര്യങ്ങൾക്ക് പോകുവാൻ വേണ്ടി തയ്യാറെടുത്തു നിൽക്കുന്നവർക്ക് അല്പം കൂടി ഒന്ന് കാത്തിരിക്കേണ്ട സമയമാണ്. സാമ്പത്തികപരമായി നോക്കുമ്പോൾ ലാഭസ്ഥാനം അനുകൂലമാകയാൽ ആദ്യത്തെ 2 ആഴ്ച അനുകൂലവും ശേഷം ചിലവുകൾ അല്പം കൂടുവാൻ സാധ്യതയുള്ള മാസവുമാണ്. ആരോഗ്യപരമായി കുറച്ചു ബുദ്ധിമുട്ടുകളും അതോടൊപ്പം സന്തോഷ വാർത്ത കേൾക്കുവാനുള്ള സമയവും ഒത്തുവരുന്നതാണ്. മാർച്ച് 29-ന് കണ്ടകശനി അവസാനിച്ച് 11-ാം ഭാവത്തിലോട്ട് മാറിയതിനാൽ ഇടവരാശിക്കാർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന സമയമാണ് വരുവാൻ പോകുന്നത്. കുടുംബപരമായി കാർത്തിക നക്ഷത്ര ജാതർക്ക് കുടുംബ വിഷയങ്ങളിൽ ഐക്യത വരുന്നൊരു സമയമാണ്. പ്രണയകാര്യങ്ങളിൽ പുതിയ പ്രണയബന്ധങ്ങൾ വരുന്നൊരു സമയമാണ്. അതുപോലെ തന്നെ ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി വഴിപാട് നടത്തുന്നത് കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ മെയ് മാസം അനുകൂലമാണ്. അടുത്തതായി രോഹിണി നക്ഷത്ര ജാതർക്ക് ഉദ്യോഗപരമായി ഉയർച്ച വന്നു തുടങ്ങുന്ന സമയമാണ്. സ്വദേശത്ത് ആയാലും വിദേശത്ത് ആയാലും പ്രമോഷൻ അല്ലെങ്കിൽ ജോലി മാറ്റം ഉണ്ടാകുന്ന സമയമാണ്. വിദ്യാർത്ഥികൾക്ക് പഠിച്ച വിഷയങ്ങളിൽ ഉപരിപഠനത്തിന് ഇഷ്ട വിഷയങ്ങളിൽ അഡ്മിഷൻ ലഭിക്കും. സാമ്പത്തികപരമായി കടബാധ്യതകൾക്ക് ആശ്വാസം ലഭിക്കുന്ന സമയവും പുതിയ ബിസിനസ് തുടങ്ങുവാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് അതിനുള്ള ശരിയായ സാഹചര്യം വന്നു ചേരുന്നതുമാണ്. നിലവിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭശതമാനം ആദ്യം അല്പം കുറയുമെങ്കിലും പിന്നീട് ശരിയായി വരുന്നതുമാണ്. കുടുംബപരമായി നോക്കുമ്പോൾ അകൽച്ചയിലായിരുന്ന ബന്ധുക്കൾ തമ്മിൽ അടുക്കുവാനും കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കുവാനും ഉള്ള യോഗം കാണുന്നുണ്ട്. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ 32-നും 40-നും ഇടയിൽ ഉള്ളവർക്ക് ഐക്യത ഉണ്ടാകുവാനും മറ്റ് പ്രായക്കാർക്ക് ചെയ്യുന്ന കർമ്മങ്ങളിൽ വളരെ ശ്രദ്ധയും വേണ്ടുന്ന സമയമാണ്. ആരോഗ്യകാര്യങ്ങളിൽ ഉദരം, ചെവി ഇവ സംബന്ധമായി ബുദ്ധിമുട്ടുകൾ വരുവാനിടയുണ്ട്. തിങ്കളാഴ്ച ദിവസം ശ്രീകൃഷ്ണ സ്വാമിക്ക് തുളസിഹാരവും അതുപോലെ ഭാഗ്യസുക്ത വഴിപാടും ചെയ്യുക. മകീരം നക്ഷത്ര ജാതർക്ക് അനുകൂല സമയം തന്നെയാണ്. ഗുണഫലങ്ങൾ നൽകുന്ന മാസമാണ്. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഒഴികെ കർമ്മ മേഖലയിലും ആത്മബന്ധങ്ങളിലും നല്ല മാറ്റങ്ങൾ വരുന്ന സമയമാണ്. ഗൃഹനിർമ്മാണങ്ങൾ പൂർത്തീകരിക്കുവാനും തടസ്സപ്പെട്ടു കിടന്നിരുന്ന ഗവൺമെന്റ് തലത്തിലുള്ള അപേക്ഷകൾക്ക് പോസിറ്റീവ് റിസൾട്ട് ലഭിക്കുന്ന മാസവുമാണ്. വിദേശപരമായി ആദ്യത്തെ 1.5 ആഴ്ച അനുകൂലമല്ലെങ്കിലും 1.5 ആഴ്ചയ്ക്ക് ശേഷം കാര്യങ്ങൾ അനുകൂലമായി വരുന്നതാണ്. സാമ്പത്തികപരമായി മെച്ചപ്പെട്ട മാസമാണ്. പണം കടം കൊടുക്കുന്നത് ഈ മാസം ഒഴിവാക്കുക.
കാരണം തിരികെ ലഭിക്കുന്നതിൽ കാലതാമസം വരുന്നതാണ്. മകീരം നക്ഷത്രജാതരായ പുരുഷന്മാർ എതിർലിംഗത്തിൽപ്പെട്ടവരോട് സൗഹൃദങ്ങളിൽ നിയന്ത്രണം വയ്ക്കുന്നത് അപവാദങ്ങൾ വരാതെ നോക്കുവാൻ ഉപകരിക്കും. വിദ്യാപരമായി അനുകൂലവും ബന്ധു സമാഗമവും ഉണ്ടാകും. ബിസിനസ് മേഖലയിൽ പുരോഗതി ഉണ്ടാകുമെങ്കിലും പുതിയ പ്ലാൻസ് ബിസിനസ്സിൽ കൊണ്ടുവരുന്നതിൽ സാമ്പത്തിക ബാധ്യത വരുവാൻ സാധ്യതയുണ്ട്. പ്രശ്ന പരിഹാരാർത്ഥം സുബ്രഹ്മണ്യ ഭഗവാനോ പനിനീർ അഭിഷേകം ചൊവ്വാഴ്ചകളിൽ ചെയ്യുന്നത് ഉത്തമമാണ്. പുതിയ അധ്യായവുമായി വരും വരെ നന്ദി, നമസ്കാരം.